1 രൂപയ്ക്ക് 5 വീട്. എന്ത് കാര്യത്തിനാണെങ്കിലും മലയാളീസ് മുൻകൈ എടുത്തിട്ട് അപ്പോൾ അർഹതപ്പെട്ടവർക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആരും വരുത്തി വെക്കരുത്. പിന്നെ നമുക്ക് പുറകോട്ട് തന്നെ. അതെ, ഇത് ബെഡ്റൂമാ. ഇത് ബെഡ്റൂം. ഇതെങ്ങനെയാണ് ബെഡ്റൂം ആക്കുന്നത്? ബെഡ്റൂം ആക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഈ സാധനം ഇങ്ങനെയൊക്കെ മാറ്റണം. എന്ന് പറഞ്ഞ പോലെ പേടക്കാണോ പെട്ടിക്കടയാണോ എന്താ അറിയത്തില്ല. എന്തായാലും അതിനുള്ളിൽ 2 സൈക്കിൾ ഉണ്ട്, അതുമായിട്ട് ഇങ്ങനെ ചവിട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ ഒരുപാട് എക്സ്പീരിയൻസുകളും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വേറെ 2 സുഹൃത്തുക്കളാണ്. ഇവരുടെ ഉദ്ദേശവും ഇന്ത്യ മൊത്തം സഞ്ചരിക്കുക എന്നാണ്. പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ട് 2 സൈക്കിളുകൾ ഒരു ക്യാരവനാക്കി ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനും കൊണ്ട് ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ട് 5 വീടുകൾ. അതാണ് അവർ ഉദ്ദേശം. അവരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അവരെ വിളിക്കാം. വരൂ. ഹലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 മഹത് വ്യക്തികൾ, അല്ലെങ്കിൽ 2 യുവാക്കൾ, ചെറുപ്പക്കാർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 റൈഡേഴ്സ്. ഹലോ. നിജിൻ. ഹായ്, എൻ്റെ പേര് റനീഷ് എന്നാണ്. ഞാൻ നാട്ടിൽ ചെറിയ മൊബൈൽ ഷോപ്പൊക്കെ നടത്തായിരുന്നു. 2.5 വർഷമായിട്ട് ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞ പോലെ പേടക്കാണോ പെട്ടിക്കടയാണോ എന്താ അറിയത്തില്ല. എന്തായാലും അതിനുള്ളിൽ 2 സൈക്കിൾ ഉണ്ട്, അതുമായിട്ട് ഇങ്ങനെ ചവിട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും കോഴിക്കോടുകാരനാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരുടെ നാട്ടിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു 9 വർഷം മുമ്പ് റീചാർജിലൂടെ ബന്ധമാണ്. ആരുടെ ഐഡിയ ആയിരുന്നു ഈ ഒരു ഓൾ ഇന്ത്യ റൈഡ് സൈക്കിളിൽ? ഞങ്ങൾ ഒരു മഴക്കാലത്ത് ഞങ്ങൾക്ക് തോന്നിയ കുഞ്ഞൊരു ഐഡിയ ആണ്, മഴ കൊള്ളാതെ എങ്ങനെയെങ്കിലും സഞ്ചരിക്കാറ്. പിന്നെ എന്താ പറയുക, ഇരുക്കിലേക്ക് വെച്ചിട്ട് 2 സൈക്കിളിന് മുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെറിയ ഡിസൈനൊക്കെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഒരു സ്റ്റേഷൻ കിട്ടുന്നില്ല. ലാസ്റ്റ് പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാം, നമുക്ക് 2 സൈക്കിളും കൊണ്ടൊരു കാരവൻ പോലെ ഒരു സംഭവം ഉണ്ടാക്കാം, ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല മഴക്കാലാണ് ഞങ്ങൾ ഈ ഒരു വണ്ടിയിലേക്ക് തിരിക്കാൻ കാരണം. അതെ, ഈ സാധനം പിന്നെ ഉണ്ടാക്കിയ 2 ജില്ല കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ പ്ലാന്, ഈ യാത്രയെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 12 ദിവസത്തെ പ്ലാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾക്ക് 1-2 ആൾക്കാരൊക്കെ പെട്ടെന്ന് സ്പോൺസർമാർ റെഡിയായി, സൈക്കിൾ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2021 ഡിസംബർ 10 വീട്ടിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് 2 സൈക്കിളിന്റെ ബാക്കിൽ 2 ബോക്സ്, ചെറിയൊരു ടെന്റ്, അങ്ങനെ ചെറിയ ഗ്യാസും കുറ്റി, അരി, പാത്രങ്ങൾ, സകല സാധനം വെച്ചിട്ട് നമ്മൾ എല്ലാ സൈക്കിളിൽ തന്നെ വെച്ചിട്ട് അടിപൊളി ഒരു യാത്ര തുടങ്ങി. കോഴിക്കോട് വടകര എത്തിയപ്പോഴാണ് നമ്മൾ ഈ സാധനത്തിലേക്ക് മാറ്റുന്നത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ആശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു പുതുമയായിരുന്നു. 1 രൂപയ്ക്ക് 5 വീട്, ഇതൊക്കെ നടക്കുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേ. അങ്ങനെ അവിടെ നിന്നൊക്കെ നല്ല സംഭാവന ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ കിട്ടി. അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റി, വയനാട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെയാണ് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് യാത്ര തുടങ്ങി. ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കും. ഈ 1 രൂപയുടെ കണക്ക് എന്താ? 1 രൂപയ്ക്ക് 5 വീടുകളാണ്. ഏകദേശം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വീടുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ, നമ്മുടെ ഐഡിയ പ്രകാരം കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം 80 ലക്ഷം രൂപ വരും. നമ്മുടെ ഈ യാത്രയിൽ ഈ 1 രൂപ ചോദിച്ച് 80 ലക്ഷം രൂപ കളക്ട് ചെയ്ത് ഈ വീട് പണി കഴിയുമ്പോൾ അത് റെക്കോർഡായിരിക്കും. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞ സമയമായിരുന്നു. എല്ലാവരുടെയും പോക്കറ്റ് കാലിയാണ്. അപ്പൊ നമ്മൾ കുറഞ്ഞത് 1 രൂപ എന്ന് ചോദിക്കുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു മിഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തിട്ടില്ല. അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒറ്റ കോമ്പൗണ്ടിൽ 5 വീടുകൾ അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 രൂപയ്ക്ക് അങ്ങനെ ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിനും ഒരു, ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനൊരു ഉത്തരം വേണം. ആ ഉത്തരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ആദ്യമായി 1 രൂപേൻ്റെ ഒരു ഇത് വെച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യാത്തൊരു പ്രൊജക്റ്റായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. കൊല്ലം എത്തിയപ്പോഴേക്കും 5 വീടിനുള്ള സ്ഥലം റെഡി. സ്ഥലം വാങ്ങി, തറേൻ്റെ പണികളും കഴിഞ്ഞു. അപ്പോൾ വീടിൻ്റെ പണി ഇനി ഉടനെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൂടുതൽ സഹായിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഈ യാത്ര ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും ഈ നടന്നു പോകുമ്പോൾ കിട്ടുന്നതാണെങ്കിലും ഈ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുന്നോടം വരെ കിട്ടുന്ന പൈസകൾ വീടോ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടിയിട്ടോ മരുന്നിനോ മറ്റ് ഭക്ഷണത്തിനോ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കും. അങ്ങനെ ഈ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്നോടം വരെ ഞങ്ങളുടെ പരിപാടി ഇത് തന്നെയായിരിക്കും. കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പം ഊപ്പര് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ 2.5-3 ഇപ്പം ഡിസംബർ 10 കഴിഞ്ഞാൽ 3 വർഷം തികയാൻ പോകണം. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര ഡിലേ വന്നെന്നുള്ള കുറെ ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യം വരുന്നുണ്ട്. ഇപ്പം അതായത് അവിടുന്ന് കൊല്ലം വരാത്ത 3 വർഷം. 3 വർഷം. അതേപോലെ തന്നെ ഈ ഇപ്പോൾ വീട് പണി നിങ്ങൾ സ്ഥലം വാങ്ങി തറ വരെ എത്തിയുള്ളൂ, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കാര്യം വെച്ചാൽ എല്ലാവരും നമ്മൾ ഈ ഒരു മിഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാവരും. അപ്പം ഇപ്പോൾ എല്ലാവരുടെയും കാൽക്കുലേഷൻ ഇപ്പം 1 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, ഇന്ത്യയിൽ തന്നെ 140 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ 1 രൂപ വച്ച് തന്നാൽ ഇപ്പോൾ 100 അല്ല 500 വീടെങ്കിലും വെച്ച് കൊടുക്കുക, എല്ലാവരും ചിന്ത അങ്ങനെയും പോകാറുണ്ട്. പക്ഷേ എന്താണ്, ഇത് ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ ഇത് ഒന്ന് സക്സസ് ആവത്തുള്ളൂ. നിങ്ങളുടെ ഇവരുടെ ഒരു ഒറ്റ സംരംഭം തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് ഈ 5 വീടും പണിത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ വീണ്ടും പറയാം മലയാളി പൊളിയാണ്. മലയാളി പൊളി തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനാണെങ്കിലും മലയാളീസ് മുൻകൈ എടുത്തിട്ട്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടില്ല, അവിടെ വീടില്ല, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം ഇല്ല, അവിടെ ബാത്റൂം ഇല്ല, അല്ലെങ്കിൽ പിന്നെ കിണറില്ല, വെള്ളമില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതെല്ലാം ഉണ്ട്.
അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ സൗകര്യമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ തന്നെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നടന്നിട്ടോ സൈക്കിളിലൊക്കെ സഞ്ചരിക്കണം. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഈ ഒരു മേഖലനെ മൊത്തം കൊളാക്കിയിട്ടുണ്ടല്ലോ ഈ ചാരിറ്റി എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പിൻവലിയുന്നതിൻ്റെ ഒരു റീസൺ അതുകൊണ്ടാണ്. സംശയമാണ് ചിലർക്ക് അല്ലേ. എനിക്ക് അതൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ചാരിറ്റി ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ചെയ്യണം. പക്ഷെ ആ ആൾക്കാർ തന്നെ എന്താ പറയുക, നമ്മുടെ കേരളം കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ ഒരാളും ഒരാളെ സഹായിക്കാണ്ടാവും. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആരും വരുത്തി വെക്കരുത്. സത്യം പറഞ്ഞാൽ ഈ രണ്ടുപേര് ഒരു അംഗം കൂടി കേട്ടോ. നമ്മൾ പറയുന്നത് ഈ ഒരു വാഹനം ഒരു അംഗമാണ് ഈ ഒരു സംരംഭത്തിൽ അല്ലേ. തീർച്ചയായിട്ടും ഇത് യാത്ര കഴിഞ്ഞിട്ടും സൂക്ഷിച്ച് അങ്ങനെ തന്നെ വെക്കണം. അപ്പൊ നമുക്ക് ഈ അംഗത്തെ ഒന്ന് പരിചയപ്പെടാം. ഇത് മൊത്തം സെറ്റപ്പ് എത്ര നാളെടുത്തു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഫുള്ള് മോഡിഫൈ ചെയ്തെടുക്കാൻ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു പേപ്പറിൽ ഒരു വര പോലും വരയ്ക്കാണ്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അതിന് സ്പോൺസർ ഉണ്ട്, റൈമി എന്ന് പറഞ്ഞ പുട്ടുപൊടിൻ്റെ ഒരാളുണ്ട്, കോഴിക്കോട് വടകരയിലാണ്. അപ്പോൾ മൂപ്പര് ഒരു കോമ്പൗണ്ട് തന്നു. അവിടെ ഞങ്ങൾ ഏകദേശം പ്ലാനിൽ എത്ര പൈപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഏകദേശം പ്ലാൻ ചെയ്തിട്ട് കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ഇറക്കി. അങ്ങനെ ഒരു 28 ദിവസം കൊണ്ട് കുറേശ്ശെ അന്ന് നല്ല മഴയും കൂടെ ആയിരുന്നു. അപ്പോൾ കുറേശ്ശെ ചെയ്തെടുത്താണ്. നോക്കിയതേ ഈ 2 സൈക്കിള്, ഇതാണ് എൻ്റെ ബ്രെയിൻ എഞ്ചിൻ. തീർച്ചയായിട്ടും ഇവനാണ് നമ്മുടെ പിന്നെ പോരാളി. അതെ. അപ്പോൾ 2 സൈക്കിളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് നെട്ടും ബോൾട്ട് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈക്കിളിനെ നമുക്ക് താഴെ കൂടെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് പെർമനന്റ് അല്ല സാധനം, വെൽഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മാറ്റി വെക്കാം. അതെ. ഇവിടെ തിരിച്ചാൽ അവിടെയും തിരിയും. അപ്പൊ 2 ഹാൻഡ് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കാം. അതെ. ഒരു റൈഡറിന് റെസ്റ്റ് എടുക്കാം, ഡ്രൈവർക്ക്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഇടത്തേക്ക് വളയ്ക്കാനും വളത്തേക്ക് വളയ്ക്കാനും എവിടേക്ക് വളയ്ക്കാനും 2 പേരുടെ മൈൻഡ് ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പുതിയ ഒരാൾക്ക് കയറിയിട്ട് ഓടിക്കാൻ നേരത്തെ ഒരു ടെൻഷനും കിട്ടത്തില്ല ഹാൻഡിൽ ഇങ്ങനെയാണെങ്കിലും. രാത്രി പോകാൻ നല്ല അടിപൊളി വെളിച്ചമുണ്ട്, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മുകളിൽ സോളാർ വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം മൊത്തം സോളാറാണ്. വണ്ടി ഫുൾ സെറ്റപ്പിന് സോളാറിലാണ്. പിന്നെ ഫാൻ ഉണ്ട്, അടിപൊളി ഫാൻ ഉണ്ട്, നല്ല കാറ്റാണ്. പിന്നെ ഹോം തിയേറ്റർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് പോവാം. പക്ഷെ എനിക്ക് ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ഹൈലൈറ്റ് ഫീൽ ചെയ്ത് ഈ സംഭവമാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ പണിയാൻ പോകുന്ന 5 വീടുകൾ, അതിന്റെ ഫുൾ ഡിസൈൻ അതുപോലെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ കുറെ സ്വിച്ച് LED ലൈറ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്വിച്ച് കൂടെ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് പുറകോട്ട് തന്നെ. അതെ. ഇത് ബെഡ്റൂമാണ്. ഇത് ബെഡ്റൂം. ഇതെങ്ങനെയാണ് ബെഡ്റൂം ആക്കുന്നത്? ബെഡ്റൂം ആക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഈ സാധനം ഇങ്ങനെയൊക്കെ മാറ്റണം. നമ്മുടെ ബെഡ്റൂം റെഡി. സുഭിഷം എടുക്കുക, തല വെക്കുക, കടന്നുറങ്ങുക. അടിപൊളി. ഡ്രസ്സ് വെക്കാൻ ഒരു ഡ്രോ, അവിടെ അരിയും പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. റൈഡേഴ്സിനെ വരച്ച് തന്ന ഫാൻസ്. ബെഡ്റൂമിൽ തന്നെയാണ് കിച്ചൺ. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം എടുത്ത് ഇവിടെ വെക്കും. സ്റ്റൗ റെഡി. ഗ്യാസ് സ്റ്റൗ റെഡിയായി. 2 കിലോനാണ്. എപ്പോഴും നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നിറച്ചാൽ മതി. മെയിൻ ടൗണിലൊക്കെ കിട്ടും. ഇത് 2 കിലോ ഉള്ളൂ. നമ്മളെ ബംഗാളീസ് എങ്ങനെയാണ് ഒരു താമസിക്കുന്നത്, ഒറ്റ റൂമിലല്ല പരിപാടിയും, കടത്തവും ഭക്ഷണവും മോട്ടിവേഷൻ ആക്കി എടുത്തു. അപ്പൊ അടുക്കളയും എല്ലാം മാറ്റി പിന്നെയും വണ്ടി തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു സൈഡ് വ്യൂ. എന്ന് പറയുന്നത് നമ്മുടെ പരസ്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ചേട്ടാ നമുക്ക് ഇവിടെ നമ്മുടെ ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും അഡ്വർടൈസ്മെന്റ് വേണമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തായാലും കേരളത്തിൽ ഇനി 5-8 മാസം കൂടി ഉണ്ട്. ഇന്ത്യ മൊത്തം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷം ഏറ്റവും കുറഞ്ഞതുണ്ടാവും. ഇവിടെ നമ്മൾ വിശാലമായ സൗകര്യമുണ്ട്. ഒരു നൈസിൽ ആർക്കും കുഴപ്പമില്ലാത്ത നമ്മുടെ മിഷന് വേണ്ടിയിട്ട് ഒരു സംഭാവന തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പരസ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു പെർമനന്റ് ആയിട്ട് കുറച്ച് നാളത്തേക്കുള്ള പൈസയാവും അല്ലേ, വരുമാനമാവും. തീർച്ചയായിട്ടും. വരുമാനം എന്ന് പറഞ്ഞാൽ വീട് പണിക്കുള്ള വരുമാനമാണ്, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് കേരളത്തിൽ അധികം കാണാത്തൊരു ബ്രാൻഡിങ് ആണ് അത്. കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അത് ഇവർ തന്നെയാണ് കൊണ്ടുവരുന്നത്. നമുക്കിനി വണ്ടിയുടെ ബാക്കിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് ബാക്കിലും ഫുൾ നമ്മുടെ വണ്ടി ഫുള്ള് നമ്മൾ എന്താണോ മിഷൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്നത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ വണ്ടിയിൽ ഒളിപ്പിച്ച് വെച്ചാന്ന് പറഞ്ഞാൽ പരസ്യമാക്കി വെച്ചിരിക്കുന്ന 4 ടയർ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ടയറൊക്കെ പൊട്ടാൻ, തേയ്മാനം കൂടുതലാണ്. 1000 കിലോമീറ്റർ 1200 കിലോമീറ്റർ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ടയർ ഉണ്ട്. ഇതൊരു സ്റ്റെപ്പിനെയാണ്. പിന്നെ നമ്മുടെ യാത്രയെ കുറിച്ച് ബാക്കിൽ നിന്ന് വരുന്നവർക്ക് വായിക്കാനുള്ള സാധനങ്ങളുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഇതിനകത്തൊരു ചെറിയൊരു മോട്ടറുണ്ട്. ആ മോട്ടർ വെച്ചാൽ നമുക്ക് കയറ്റം കയറുമ്പോൾ റിവേഴ്സൊക്കെ പോകുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോട്ടറുണ്ട്. 2 ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. 2 വീലും ബ്രേക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് കുറച്ച് പണിയെടുത്തിട്ട് ചെയ്തതാണ്. അത് സ്കൂട്ടീൻ്റെ ടയറാണ്. പണ്ടത്തെ പെപ്റ്റില്ലേ TVSന്റെ, അതിൻ്റെ ടയറാണ്. പിന്നെ ഈ 2 വീലിലാണ് വണ്ടീൻ്റെ ഫുൾ ബാലൻസിങ് നിൽക്കുന്നത്. നമുക്ക് ചെരുവ് കട്ടറൊക്കെ ചേരുമ്പോൾ ഇതിനകത്താണ് ശരിക്കും നല്ല ബാലൻസിങ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ പ്രൊട്ടക്ഷൻ്റെ 2 ഷോക്ക് അബ്സറൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഇത് ബാറ്ററി ഉണ്ട്, ലിഥിയം ബാറ്ററിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. കാലാവസ്ഥ ഒക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഇത്തിരി താത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്യാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം,
ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഇട്ടാൽ ഇത് കാണുകയും ചെയ്യാം. അകത്ത് കുക്ക് ചെയ്യാൻ മടിയുള്ളപ്പോൾ പുറത്ത് കുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും വണ്ടി ഒന്ന് ഓഫ് റോഡ് പോകാൻ പറ്റുന്ന രീതിയിൽ ചെറിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിനെ പറ്റി അധികം സ്പോൺസർമാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സഹായിക്കുകയാണെങ്കിൽ ആൾക്കാർ വിളിക്കാം. ഓക്കെ, ഒരു വലിയൊരു സംരംഭമായിട്ട് ഇന്ത്യ ചുറ്റിക്കറങ്ങുന്ന 2 യുവാക്കളുടെ അല്ലേ. ഇനി അങ്ങോട്ട് എന്തെങ്കിലും സൈഡിലേക്കുള്ളവർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. മടി കാണിക്കരുത്. ഇവർ ചിലപ്പോൾ മടി കാണിക്കും. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നത് ധൈര്യമായിട്ട് ചെന്ന് കൊടുത്തോ. ഇനി ഇതുവരെ കൊടുക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ തന്നെ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി തിരിച്ചു വന്നിട്ട് കാണാം. തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ നല്ല സക്സസ് മീറ്റ് ഒക്കെ വെച്ചിട്ട് അല്ലേ, അടിപൊളിയായിരിക്കും. സൂപ്പർ ആയിരിക്കും, അടിപൊളി പരിപാടിയായിരിക്കും.